നമസ്കാരം. യു.എസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് മുൻപേ രണ്ടാം വട്ട സമാധാന ചർച്ചകൾ തുടങ്ങാനുള്ള സാധ്യത മങ്ങിയതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റി പ്രകടമായി. മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും ഇന്ന് ഹയർ സൈഡിൽ റെസിസ്റ്റൻസ് മാർക്കറ്റിൽ പ്രകടമാവുകയും ചെയ്തു. ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി കടന്നുപോയ ഇറാൻ്റെ ഒരു ഷിപ്പിനെ യു.എസ് നേവി സീസ് ചെയ്തതും അതിനെ തുടർന്ന് യു.എസുമായി ഉടനടി ചർച്ചയ്ക്ക് ഇറാനില്ല എന്ന് ഇറാൻ തീരുമാനിച്ചതുമാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഇൻഡെക്സായ ഇന്ത്യ വിക്സ് 10% ഉയരുകയും മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റി പ്രകടമാവുകയും ചെയ്തു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ 9% വർധനവുണ്ടാവുകയും ബ്രന്റ് ക്രൂഡിൻ്റെ വില $89 പെർ ബാരലിൽ നിന്നും $97 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ച ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടായിരുന്നു. അതായത് യു.എസും ഇറാനും സമാധാന ചർച്ചകളിൽ ഏർപ്പെടുത്തുകയും വെടിനിർത്തൽ കരാർ പാലിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതും ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിലൊക്കെ ബൈയിങ് മൊമെൻറ്റം പ്രകടമായതും. ഈ ഒരു കാലയളവിൽ യു.എസ് മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റിക്കവറി വരികയും ചെയ്തു. ഇവിടെ രണ്ടാം വട്ട സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങുന്ന സാഹചര്യത്തിലാണ് മാർക്കറ്റ് കൂടുതൽ വോളറ്റൈലായത്. ഇനി നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും അവിടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,500 ഒരു റെസിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. 24,580 എന്ന റെസിസ്റ്റൻസ് സോണിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഇനി ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. അതേസമയം 24,100 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുമ്പ് മാർക്കറ്റിൽ കറക്ഷൻ വന്ന സമയത്ത് 24,500 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചിരുന്നു. ആ പ്രധാന സപ്പോർട്ടാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഉൾപ്പെടെയുള്ള ട്രേഡേഴ്സ് കൺസിഡർ ചെയ്യുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് 24,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ പിന്നീട് മാർക്കറ്റ് 25,000, 24,800 തുടങ്ങിയ ലെവലുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. 24,100 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ അപ്ഡേറ്റ് സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. സുസ്ലോൺ എനർജി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 20% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഇടിയുകയും 52 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ പറ്റിയ സമയമാണ് ഇതെന്നാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 15%, ഒരു മാസം കൊണ്ട് 26%, 3 മാസം കൊണ്ട് 14%, ഇയർ ടിൽ ഡേറ്റിൽ 4%-അടുത്തും റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ വന്ന സിഗ്നിഫിക്കൻ്റ് കറക്ഷന് ശേഷം സ്റ്റോക്കിൽ ഒരു റിക്കവറി വരികയും കഴിഞ്ഞ ഒരാഴ്ച സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ലോങ് ടൈമിലും ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 1100% റിട്ടേൺ ആണ് നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് സ്റ്റോക്കിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാമെന്നാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാളും JM ഫിനാൻഷ്യലും പറയുന്നത്. മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം സ്റ്റോക്കിന് 66 രൂപയുടെ ടാർഗറ്റാണ് മോത്തിലാൽ ഒസ്വാൾ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന കറക്ഷൻ ഒരു അട്രാക്റ്റീവ് എൻട്രി പോയിന്റ് ട്രേഡേഴ്സിന് നൽകുന്നു എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇനി മോത്തിലാൽ ഒസ്വാൾ സ്റ്റോക്കിന് 66 രൂപയുടെ ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ, കമ്പനി നേടിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെൻ്റ് ആണ്. 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിങ്ങിൽ 13.6% വർധനവും ROEയിൽ 28% വർധനവുമാണ് മോത്തിലാൽ ഒസ്വാൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. കൂടാതെ 17 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. കഴിഞ്ഞ 27 വർഷമായി വിൻഡ് എനർജി സെക്ടറിൽ പ്രവർത്തിക്കുകയും ഏകദേശം 21,490 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് എനർജി പ്രോജക്റ്റുകൾ വേൾഡ് വൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്ത ഒരു കമ്പനിയാണ് സുസ്ലോൺ എനർജി. അതുകൊണ്ട് സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്ക് ലോങ് ടൈമിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഫിമായ JM ഫിനാൻഷ്യലും സ്റ്റോക്കിൽ ബുള്ളിഷ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത്. കാരണം ഇന്ത്യയിലെ
പീക്ക് സമ്മർ സീസൺ പവർ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സോളാർ എനർജി, വിൻഡ് എനർജി തുടങ്ങിയ സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്കുകൾക്ക് ഡിമാൻഡ് വരാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുമെന്ന് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. JM ഫിനാൻഷ്യൽ സ്റ്റോക്കിന് 64 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ട് പ്രകാരം സുസ്ലോൺ എനർജി എന്ന കമ്പനിക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ 2025 മാർച്ച് 31 വരെയുള്ള റിപ്പോർട്ട് പ്രകാരം ഏകദേശം 371 മെഗാവാട്ട് ശേഷിയുള്ള വിവിധ വിൻഡ് പവർ പ്രോജക്റ്റുകൾ കമ്പനി കമ്മീഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് JM ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗും 64 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിന് 27% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് മോത്തിലാൽ ഒസ്വാളും JM ഫിനാൻഷ്യലും നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്.